കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ടെൻസ് യൂസ് ചെയ്തത് മുമ്പ് നടന്ന, അതായത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്, പക്ഷെ പ്രസന്റിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റൂൾ നമുക്ക് നോക്കാം. ഇനി സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സബ്ജക്ട്, അപ്പൊ നമ്മൾ സബ്ജക്ട് പറയുമ്പോഴത്തേക്കും ഐ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും വരുന്നത്? ഹാസ് വരും. പിന്നെ ഷീ ഓർ ഹി അതൊക്കെ വരാണെങ്കിലും ഹാസ് വരും. പിന്നെ വി അല്ലെങ്കിൽ ദേ വരുമ്പോൾ അത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വരും. അപ്പൊ ഹാസ് നമ്മള് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അതായത് ഐ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഹി. ഓക്കെ, ഇതിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. ഹാവ് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ ആയിരിക്കും, അതായത് ദേ അല്ലെങ്കിൽ വി. ഇത്രയും ഇതിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.